തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കും. ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ മുൻ നിശ്ചയിച്ച പ്രകാരം ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി. ഇന്നു മുതൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാമെന്ന് അമൃത് ഫാർമസി ഉറപ്പു നൽകി. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ല വാർത്തയാണ് രാവിലെ വരുന്നത്. ആ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ പോകുന്നു. ഉപകരണങ്ങൾ നൽകുന്ന കമ്പനി അത് ലഭ്യമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ പറയൂ. ക്രിസ്റ്റീന, രോഗികളെ സംബന്ധിച്ച് വൈകിയെങ്കിലും ആശ്വാസം നൽകുന്ന വാർത്തയാണ് ശ്രീചിത്രയിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ പ്രതിസന്ധി ശ്രീചിത്രയിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇന്നലെ ഡയറക്ടറുടെയും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും മറ്റ് വകുപ്പ് മേധാവികളുടെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടിയന്തരമായി എത്തിക്കാൻ തീരുമാനമായത്. ഇത് HLL കീഴിലുള്ള അമൃത് ഫാർമസി വഴിയാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശ്രീചിത്രയിൽ എത്തിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാമെന്ന് അമൃത് ഫാർമസി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൽ അമൃത് ഫാർമസി അധികൃതരും ഈ ആശുപത്രിയിലെ തന്നെ പർച്ചേസ് വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തീയതി നൽകിയ രോഗികളോട് മുൻ നിശ്ചയിച്ച തീയതി പ്രകാരം ആശുപത്രിയിൽ എത്താൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമെന്നതാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ 15 ശസ്ത്രക്രിയകളാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ടത്. ആ ശസ്ത്രക്രിയകളും നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ തന്നെ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ അമൃത് ഫാർമസിയിൽ നിന്ന് ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമൃത് ഫാർമസി വഴി ഈ അടിയന്തര ഘട്ടത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ തീരുമാനമായിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം ഒരു കാലതാമസം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. കാരണം നേരത്തെ തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്താമായിരുന്നു. പക്ഷേ അത് വൈകിപ്പിച്ചു എന്നുള്ളൊരു വിമർശനം ഇപ്പോഴും ശ്രീചിത്ര അധികൃതർക്കെതിരെ ഉയരുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, അതാണ് പ്രതീക്ഷ. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുന്നത് അതിനൊരു താൽക്കാലിക പരിഹാരം എന്ന നിലയിലാണോ കാണേണ്ടത്, അതോ പൂർണ്ണാർത്ഥത്തിൽ അവിടെയുള്ള ചില വിഷയങ്ങളിൽ പരിഹാരമുണ്ടാവാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലാണോ കാണേണ്ടത്? ഇന്നലെ 15 ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന നിലയുണ്ടായി. ഇന്നിപ്പോഴത് പുനരാരംഭിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ചില ഡോക്ടേഴ്സ് അടക്കം അവിടെയുള്ള ഡയറക്ടർക്കെതിരെ അടക്കം ഉയർത്തിയ ചില ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. ഈ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ട്. ഇതിലൊക്കെ ഒരു പൂർണ്ണ പരിഹാരം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ? അർജിത്ത്, പൂർണ്ണ പരിഹാരം ഉണ്ടായി എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഈ പ്രധാനമായും ശ്രീചിത്രയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലായ ജെം പോർട്ടൽ വഴിയാണ്. ഈ ജെം പോർട്ടൽ വഴിയുള്ള ഉപകരണങ്ങൾ വാങ്ങണമെന്നതാണ് ഈ വ്യവസ്ഥകളിൽ തന്നെ പറയുന്നത്. പക്ഷേ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ നടത്തുന്നത് അതിനൂതന ശസ്ത്രക്രിയകളാണ്. വിദേശ നിർമ്മിത ഉപകരണങ്ങളാണ് ഇതിന് വേണ്ടത്. ഇതിനായാണ് പുറത്ത് മറ്റ് കമ്പനികളുമായി ടെൻഡർ ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന കമ്പനികളെ സ്വീകരിക്കുകയുമാണ് നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ 2023 മുതലുള്ള ആ ഒരു സമയത്തെ തുകയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരു കമ്പനികളും തയ്യാറായിരുന്നില്ല. ഇതായിരുന്നു പ്രതിസന്ധിക്ക് പിന്നിൽ. ഇപ്പോൾ അമൃത് ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് അമൃത് ഫാർമസിയുമായി കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അമൃത് ഫാർമസിയുമായുള്ള കരാറിലും ഉയർന്ന തുകയാണ് ഈ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുൾപ്പെടെ ഇനി ഏതെങ്കിലും തരത്തിൽ രോഗികളെ ബാധിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം അമിത തുകയ്ക്ക് ടെൻഡർ ക്ഷണിച്ചാൽ അതിൻ്റെ ഭാരം ഇനി വരാൻ പോകുന്നത് രോഗികളെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഭാരം രോഗികൾക്ക് ഉണ്ടാകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അമൃത് ഫാർമസിയുമായി ധാരണാപത്രം ഒപ്പിടാനാണ് തീരുമാനം. ഈ പരമാവധി ഈ തുക കുറയ്ക്കാനുള്ളൊരു നീക്കം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പിടുന്നത്. പക്ഷേ നിലവിലെ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഇന്ന് മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാമെന്ന് അമൃത് ഫാർമസി ഉറപ്പ് നൽകിയിരിക്കുന്നത്. റിജിത്ത, ശരി. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും രോഗികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. അമൃത് ഫാർമസി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയാണ്.